ഉറക്കം എഴുന്നേൽക്കുമ്പോൾ മനസ്സിന് എന്തൊക്കെയോ ഒരു ഭാരം പോലെയൊക്കെ തോന്നുന്നു. സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന്. ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കാൻ പോകുന്നു. എന്താന്നല്ലേ ആലോചിക്കുന്നത്? ഇന്ന് എൻ്റെ സിറ്റിസൺഷിപ്പ് ഓത്ത് സെറമണിയാണ്. ആദ്യമായിട്ട് ഞാൻ 2016 കാനഡയ്ക്ക് വരുന്നത്. കള്ളവണ്ടി കയറിപ്പോന്നു എന്ന് ആരൊക്കെയോ പറഞ്ഞ പോലെ എത്തിഹാദ് എയർവേസിൻ്റെ ഫ്ലൈറ്റും പിടിച്ചാണ് ഞാൻ കാനഡയ്ക്ക് വരുന്നത്. അന്ന് ആദ്യമായിട്ട് വരുമ്പോൾ കുറേ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 18 വയസ്സ് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് കോളേജിൽ ഫസ്റ്റ് ക്ലാസ്സിന് വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ട് എത്തി. അതിൻ്റെ ടെൻഷനിലൊക്കെ പിടിച്ച് ഓടി വരുമ്പോൾ കൂട്ടിന് ഓടാൻ ഒരു മലയാളിയും കൂടി കിട്ടിയപ്പോൾ അത് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ അങ്ങോട്ട് കോളേജ് ഡേയ്സിലെ കുറേ രസകരമായിട്ടുള്ള ഓർമ്മകളും എൻ്റെ ആദ്യത്തെ ജോലിയും ആദ്യത്തെ സാലറിയും എല്ലാം സമ്മാനിച്ചത് ഈ കാനഡയാണ്. കുറേ ദിവസങ്ങൾ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും ഇതൊക്കെ കാരണം തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. വേറെ കുറേ ദിവസങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കുറേ അനുഗ്രഹങ്ങളും വിജയങ്ങളും ഒക്കെ ഈ നാട് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു മുൻപരിചയമില്ലാത്ത കുറേ ആൾക്കാരുടെ അടുത്ത് മലയാളി ആയതുകൊണ്ട് മാത്രം അങ്ങോട്ട് പോയി പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയവരൊക്കെ ഉണ്ട്. ആ ഫ്രണ്ട്സൊക്കെ ഇന്ന് ഫാമിലി ആക്കി മാറ്റിയതും ഈ നാടാണ്. പരിചയപ്പെട്ട കുറേ ആളുകളും ജീവിതത്തിൽ കുറേ അനുഭവങ്ങളും ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ആലോചിക്കാൻ വളരെ രസകരമായിട്ടുള്ളതാണ്, ചിലതൊക്കെ വിഷമമുള്ളതും. പക്ഷെ എന്തൊക്കെ തന്നെയായാലും ഇന്ന് ഞാനായിരിക്കുന്ന ഈ വ്യക്തിയാക്കി എന്നെ മാറ്റിയത് ഈ നാടാണ്. ഞാൻ 18 വയസ്സ് തൊട്ട് ജീവിച്ച ഒരു നാടിന്ന് ഉള്ള ഒരു ഇത് മാത്രമല്ല ഇപ്പം കാനഡ. ഇത്രയും നാൾ താമസിച്ച് ഇപ്പോൾ ഈ നാട് ഇതെൻ്റെ വീടായി മാറിക്കഴിഞ്ഞു. 9 വർഷമായി ഞാൻ ഇന്ത്യയിൽ നിന്ന് കാനഡയ്ക്ക് പോന്നിട്ടെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആദ്യമായിട്ട് കാനഡയ്ക്ക് വരുന്നതിൻ്റെ തലേ ദിവസം കസിൻസും റിലേറ്റീവ്സും ഒക്കെ വീട്ടിൽ വന്നായിരുന്നു. ഒരു യെല്ലോ കളർ ഡിസൈനുള്ള ഹാപ്പി ജേണിയുടെ കേക്കൊക്കെ മുറിച്ചത് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. നാട്ടിൽ നിന്ന് കാനഡയ്ക്ക് വന്നപ്പോൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്നതും ഈ ഫാമിലി ഗ്യാതറിങ്സ് തന്നെയാണ്. നാട്ടിലായിരുന്ന സമയത്ത് മാസത്തിലൊരിക്കലെങ്കിലും ഞങ്ങൾ കസിൻസ് റിലേറ്റീവ്സ് എല്ലാവരും കൂടും. കനാലിൽ ചാടി കുളിക്കുന്നതും അവിടെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മാ നടക്കുന്നതും പെരുന്നാളിന് പോകുന്നതും എല്ലാ ഗ്യാതറിങ്സിനും സമയമൊന്നും നോക്കാതെ പാതിരാത്രി വരെ ചില ദിവസങ്ങൾ വെളുപ്പിന് വരെ ഇരുന്ന് അന്താക്ഷരി കളിക്കുന്നതൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ സെറമണിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ നാടെന്ന് ഞാൻ ഇത്രയും നാൾ വിശേഷിപ്പിച്ച ആ ഇന്ത്യയോട്, ആ കേരളത്തിനോട് ഉള്ള സ്നേഹവും നന്ദിയും കടപ്പാടും എല്ലാം ഉണ്ട് മനസ്സിൽ. ഇപ്പോൾ ഇവിടെ ഈ ഓത്ത് സെറമണി എടുക്കുമ്പോൾ ഐ ക്യാൻ ഫീൽ ദാറ്റ് മൈ ഹാർട്ട് ഈസ് റേസിങ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര പ്രൗഡുമാണ്. പക്ഷെ എന്തോ ഒരു സ്ട്രേഞ്ച് ഹെവിനെസ്. എനിക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ സമ്മാനിച്ച, എന്നെ ഞാനാക്കി മാറ്റിയ ഈ നാട് അത് എൻ്റേതായി മാറും. ഇവിടുത്തെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും എല്ലാം എൻ്റേതായി മാറും. ബട്ട് ദാറ്റ് ഓൾസോ മീൻസ് ഐ ലെറ്റ് ഗോ ഓഫ് സംതിങ്. ഈ നിമിഷം തൊട്ട് ഒരു ഇന്ത്യൻ എന്ന് എനിക്ക് എന്നെ തന്നെ വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്ന് ആലോചിക്കുമ്പോൾ എവിടെ ഒരു വിങ്ങലും. ഇന്ത്യ എന്ന് പറയുന്നത് വെറുതെ ഒരു കൺട്രി മാത്രമായിരുന്നില്ല. അത് ജീവിതാവസാനം വരെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്തൊക്കെയോ ഒരു സംഭവമാണ്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും നാഷണൽ ആന്തവും ആ കൊച്ചു കേരളവും ഒക്കെ ദാറ്റ്സ് ഓൾവേസ് ക്ലോസ് ടു മൈ ഹാർട്ട് ആൻഡ് ദാറ്റ് വിൽ നെവർ ചേഞ്ച്. പക്ഷെ ഇന്ന് ഞാൻ പുതിയൊരു കൺട്രിയുടെ സിറ്റിസനായി മാറാൻ പോവാം. ഒരു കനേഡിയൻ ആകുന്നതിലും ഒരു കനേഡിയനായി അറിയപ്പെടുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. Because this country gave me the courage to grow and the wings to fly. So here I am, Indian by heart, Canadian by choice, and forever grateful for both.